ചങ്ങനാശ്ശേരിയിൽ NSS ആസ്ഥാനത്ത് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സംസാരിക്കുന്നു. അതിലേക്ക് വീണ്ടും. എന്താണ് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നിട്ടുണ്ട്. അവിടെ ഒരു നിബന്ധനയുമില്ല. ഹൈന്ദവർക്ക് ആർക്കും അവിടെ പ്രവേശിക്കാം, വിശ്വാസികൾക്കും പ്രവേശിക്കാം, ഒരു തടസ്സമില്ല. അത്രയും പുരോഗമനപരമായ ചിന്തയുള്ള ഒരു വലിയ മഹാമനുഷ്യൻ നടത്തുന്ന തുടങ്ങി വെച്ച പ്രസ്ഥാനത്തോട് ഉപദേശിക്കാൻ, ഈ കാര്യങ്ങൾ ഉപദേശിക്കാൻ തക്കതായ അവകാശം ഇല്ല. നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ നടപ്പാക്കിക്കോളൂ. ഞങ്ങൾ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടം പോലെ ചെയ്യാം. ഉടുപ്പിട്ട് കയറാവുന്നവർക്ക് ഉടുപ്പിട്ട് കയറാം, ഉടുപ്പിടാതെ കയറാവുന്നവർക്ക് ഉടുപ്പിടാതെ കയറാം. അത് ചാതറോടെയും ഒന്നും നിലത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആളുകളോട് പറയാനുള്ള ഉടുപ്പിട്ട ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് കയറാൻ തീരുമാനമെടുത്തിട്ടുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുകയാണെങ്കിൽ അവരുടെ ശാസന അംഗീകരിക്കാതിരിക്കുന്നത്. ഉടുപ്പിട്ടുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങളിൽ പോകണം. നമ്മളെ നിയന്ത്രിക്കണ്ട. നമ്മുടെ ഓരോ ശബരിമലയിൽ എങ്ങനെയാണ് ഉടുപ്പിന്റെ പുറത്ത് ഉടുപ്പും അതിന്റെ പുറത്തൊരു കമ്പിളിയും കൂടെ വെച്ചാൽ അവിടുത്തെ സാഹചര്യങ്ങളാണ്. എല്ലാ ജാതിക്കാരും പോകുന്നത്, ഹിന്ദുക്കളും അല്ലാത്ത ആളുകളും പോകുന്നത്. അപ്പൊ ഇത് ഒരു ഗവൺമെന്റിനെ കൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിനെ കൊണ്ട് തിരുത്തപ്പെടാവുന്ന ഒരു ആശയമല്ല. അത് ഇവിടെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രൈസ്തവരുണ്ട്. അതിലൊരു വിഭാഗമായ ഹിന്ദുവിന് മാത്രം ഈ രാജ്യത്ത് ഇതൊന്നും പറ്റില്ല എന്നുള്ള ആ പിടിവാശിയുണ്ടല്ലോ, അത് അനുവദിക്കാൻ പാടില്ല. നമ്മളപ്പം എതിരൊന്നുമല്ല, യാതൊരു എതിരുമില്ല. അവർ തീരുമാനിച്ചോട്ടെ, അവർക്ക് ചെയ്ത് നടപ്പാക്കാം, അവരുടെ ക്ഷേത്രങ്ങളിൽ നടപ്പാക്കാം. പക്ഷെ നമുക്ക് ഈ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളതാണ് NSSന്റെ അഭിപ്രായം. അത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് വ്യക്തമാക്കിയതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ 2 ദിവസമായി ഈ കേരളത്തിൻ്റെ വടക്കറ്റം മുതൽ തെക്കറ്റം വരെയുള്ള ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ളവർ എന്ത് ത്യാഗം സഹിച്ചു. ഉള്ള അവസരങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഈ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ, പരസ്പരം അതറിഞ്ഞു പോകുവാനായി ഇവിടെ വന്നെത്തിയ എൻ്റെ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.